ഒരിടത്ത് നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ ഉറപ്പായിട്ടും മറ്റൊരിടത്ത് നമ്മൾ പരിഗണിക്കപ്പെടും. ഒരു വാതിൽ നമുക്ക് മുന്നിൽ അടയുമ്പോൾ പകരം അതിലും മനോഹരമായ മറ്റൊരു വാതിൽ നമുക്ക് മുന്നിൽ തുറന്നിരിക്കും. ചിലർ നമ്മളെ വീഴ്ത്താനായിട്ട് തുനിഞ്ഞിറങ്ങുമ്പോൾ മറുവശത്ത് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും ദൈവം ഒരാളെയെങ്കിലും കരുതിയിരിക്കും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആത്മാർത്ഥത കാണിച്ചിട്ട് നമ്മളവിടെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ചിലരാൽ നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ മറ്റു ചിലരാൽ നമ്മൾ അപമാനം മാറി അഭിമാനമായി തീരും. കാരണം എന്താണെന്നറിയോ? ഇതെല്ലാം കാണുന്ന ഒരാൾ മുകളിലാണുള്ളത്. അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മോശ സമയമുണ്ടല്ലോ, അതാണ് നമ്മളെ ഏറ്റവും നല്ല സമയം. ആ സമയത്ത് നമുക്ക് നമ്മളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. നമുക്ക് നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്നറിയാൻ പറ്റും. നമ്മൾ ആരാണെന്നും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്നും നമ്മൾ ആർക്കൊക്കെ പ്രിയപ്പെട്ടവരായിരുന്നു എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട. ഇതൊക്കെ ദൈവം തമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്ന ഓരോ വഴികളാണ് കേട്ടോ. നീ എന്താണെന്നും നിനക്ക് എന്തൊക്കെ ഉണ്ടെന്നും നീ ആരാണെന്നും ഒക്കെ ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ഊർജ്ജമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്നത്.